അതായത് ഇഷ്ടമാണെന്ന് എന്നോട് ഫസ്റ്റ് പറഞ്ഞ പെൺകുട്ടിയും ഇഷ്ടമല്ല എന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പെൺകുട്ടിയാണ് ഇപ്പൊ 7 വർഷമായിട്ട് എൻ്റെ വീട്ടിലിരിക്കുന്നത്. ഞാൻ കിടങ്ങിയത് ചാക്കോച്ചൻ്റെ ലുക്ക് സീട്ട് വലിക്കുന്നു, പുള്ളി മറ്റേ സ്റ്റേ ആയിട്ട് പോകുന്നു. അപ്പം ഞാനിങ്ങനെ നോക്കുന്നത്, ഞാൻ ബില്ലെടുത്തുള്ളൂ, ബില്ലത് വേറെ ആളായിട്ടാ, പുള്ളിയല്ലേ നമ്മൾ ഇതുവരെ കണ്ട മറ്റേ ചോക്ലേറ്റ് പരിപാടി, ഒരു നമുക്കിടയ്ക്കിങ്ങനെ അയ്യോ പാവം എന്നൊക്കെ തോന്നുന്ന സാധനമൊക്കെ മാറി. പ്രേമത്തിൻ്റെ കഥ എന്നോട് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ, ഒരു പയ്യൻ അവൻ്റെ +2 പ്രേമം, ഡിഗ്രി പ്രേമം, ലാസ്റ്റ് പ്രേമം, ഈ 2 പ്രേമം പൊളിയും, മറ്റേത് അവന് അവളെ കിട്ടൂല്ലയോ. അപ്പം ഞാനിങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് എന്നിട്ട് അല്ല കഴിഞ്ഞ ഇതെന്ത് കഥയാണത്? ആ പടമാണ് പ്രേമം എന്ന് പറഞ്ഞ പടം. ഇതിൻ്റെ ഒരു റിലീസിങ് ഡേറ്റ് സംഭവം ആയിട്ട് ഞാൻ അൽഫോൻസിൻ്റെ അടുത്ത് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഡേറ്റ് ഒന്ന് ഫിക്സ് ചെയ്യും സംഭവം, കാരണം നമ്മൾ ഓരോ മാസം മാറ്റിക്കൊണ്ടിരിക്കുന്നു. അപ്പം അന്ന് അവൻ എന്നോട് പറഞ്ഞ സാധനം വെച്ച് കഴിഞ്ഞാൽ, ഇതെന്ന് ഇറങ്ങുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇറങ്ങണതിൻ്റെ അന്ന് തൊട്ട് തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഹൗസ്ഫുൾ ബോർഡ് ഉണ്ടാവും, അത് ഞാൻ നിനക്ക് ഗ്യാരണ്ടി ആയിട്ടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതേ സെയിം സാധനം, ഒന്നും പറയാല്ല, നീ പണിയെടുത്തോ, ഒന്നും പറയാല്ല പറഞ്ഞ് ഞാൻ ആ റൂമിൻ്റെ പുറത്തോട്ട് ഇറങ്ങിപ്പോണ്ട് എഡിറ്റിൻ്റെ റൂം. വെൽക്കം ടു ഇന്ത്യ ഗ്ലിറ്റ്സ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു. അള്ളു രാമേന്ദ്രൻ എന്ന് പറഞ്ഞ സിനിമയുടെ സോങ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകരുടെ ഒരു എക്സൈറ്റ്മെന്റ് നിങ്ങളുടെ പ്രണയം കാണുക എന്നുള്ളതായിരിക്കും സ്ക്രീനിൽ. ഭയങ്കര നാച്ചുറൽ ആയിട്ടായിരുന്നു ആ ഒരു പ്രപ്പോസലൊക്കെ വന്നത്, ഭയങ്കര ഫണ്ണായിരുന്നു. എന്താണ് ആ സിനിമയിലും അങ്ങനെയാണോ? സിനിമയിൽ അങ്ങനെ വെച്ചാൽ ഇത് പ്രണയം സീൻ ഇങ്ങനെ ആവാൻ കാരണം വെച്ചാൽ ഏറ്റവും കൂടുതൽ പരിപാടികൾ ഇങ്ങനെ നമ്മൾ പ്രപ്പോസ് ചെയ്യാനൊക്കെ ആയിരുന്നു കോളേജിലെ പരിപാടികൾ. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് അതിന് വലിയ റിഹേഴ്സലോ പരിപാടികളോ വേണ്ടി വന്നില്ല. പിന്നെ ഇതിലെ ക്യാരക്ടർ ജിത്തു എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. ഇപ്പോൾ പുള്ളി ഇങ്ങനെ ദുബായിലേക്ക് ജോലിക്ക് പോകാൻ വേണ്ടി ട്രൈ ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. അപ്പം അങ്ങനെ ആ സമയത്താണ് അപർണയുടെ ക്യാരക്ടറിൻ്റെ ഒരു സ്വാധീനം ഇയാൾ ബസ്സിൽ വെച്ച് കാണുന്നതും പ്രപ്പോസ് ചെയ്യുന്നതും. ആ സീനാണ് നമ്മൾ സോങ്ങിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരു രസമുള്ള ഒരു നാട്ടിൻപുറത്തെ ഒരു ജോലിയില്ലാത്ത ഒരു പാവം പയ്യൻ, അതാണ് ജിത്തുൻ്റെ ക്യാരക്ടർ. അപ്പോൾ ഈ സിനിമ എന്താണ് കഥ ഉദ്ദേശിക്കുന്നത്? ഇത് അള്ളു രാമേന്ദ്രൻ, അതായത് രാമേന്ദ്രൻ എന്ന് പറയുന്നത് ചാക്കോച്ചൻ്റെ ക്യാരക്ടറും. അല്ല, ഈ രാമേന്ദ്രൻ എന്നുള്ളൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഉണ്ട്. എല്ലാരും പേര് പറയുമ്പോൾ അള്ളു രാമചന്ദ്രൻ എന്ന് പറയും, രാമേന്ദ്രൻ എന്നാണ്, രാമചന്ദ്രൻ എന്നും പറയുന്നുണ്ട്. പടത്തിൽ ഞാൻ തന്നെ 2 പ്രാവശ്യം മാറ്റി പറയുന്നുണ്ട്. അള്ളു രാമേന്ദ്രൻ പുള്ളി ഒരു പോലീസുകാരനാണ്. അപ്പോൾ പുള്ളിക്ക് കിട്ടുന്ന പണിയാണ് ബേസിക്കലി പടത്തിൻ്റെ പ്ലോട്ട് അതാണ്. പിന്നെ ഇതിൽ ഫസ്റ്റ് ബിലി ഈ സാധനം കഥ പറഞ്ഞ് ഞാൻ കിടങ്ങിയത് ചാക്കോച്ചൻ്റെ ലുക്ക് അവൻ സ്കെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഷെഡ്യൂൾ ചാക്കോച്ചൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ അപർണയായിരുന്നു. അതിന് ഞാൻ വന്ന് ജോയിൻ ചെയ്ത് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഞാൻ വന്ന് ഫസ്റ്റ് ഞാൻ വരുമ്പോൾ കാണുന്ന സീനാണ് ടീസറിൽ ഷൂട്ട് ചെയ്ത സീൻ. സീട്ട് വലിക്കുന്നു, പുള്ളി മറ്റേ സ്റ്റേ ആയിട്ട് പോകുന്നു. അപ്പം ഞാനിങ്ങനെ നോക്കുന്നത്, ഞാൻ ബില്ലെടുത്തുള്ളൂ, ബില്ലത് വേറെ ആളായിട്ടാ, പുള്ളിയല്ലേ നമ്മൾ ഇതുവരെ കണ്ട മറ്റേ ചോക്ലേറ്റ് പരിപാടി, ഒരു നമുക്കിടയ്ക്കിങ്ങനെ അയ്യോ പാവം എന്നൊക്കെ തോന്നുന്ന സാധനമൊക്കെ മാറി മീശയൊക്കെ പിടിച്ചിട്ട് ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ചായ ഹലോ നീ എപ്പോൾ വന്നു? ഞാൻ ഇതെന്തിങ്ങനെയൊക്കെ സംസാരിക്കണേ? അല്ലടാ നീ എപ്പോൾ വന്നു? ഞാനിങ്ങനെ ക്യാരക്ടറിൻ്റെ പരിപാടിയായിട്ട് കയറുന്നു. അപ്പോൾ ടോട്ടലി ആ പിന്നെ ഭയങ്കര രസമായിരുന്നു ആ ക്യാരക്ടർ. അതാ ഏറ്റവും രസം വെച്ചാൽ പുള്ളി ചെയ്യുമ്പോഴാണ്, പുള്ളി റൊമാൻസിൻ്റെ ഭീകര എക്സ്ട്രീം കണ്ട ആളല്ല, പുള്ളി നേരെ റഫാകുമ്പോൾ ഉണ്ടാവുന്ന സാധനമാണ് രസം. അല്ല, ഇൻ റിയൽ ലൈഫും ചാക്കോച്ചൻ ഭയങ്കര സ്വീറ്റ് ആണ്. പിന്നെ ഞാൻ എല്ലാ ഇൻ്റർവ്യൂ ഇപ്പം ഞാൻ 3-ാമത്തെ പടമാണ് ചാനൽ ഞാൻ ചെയ്യുന്നത്. എല്ലാ ഇൻ്റർവ്യൂവിലും പറയണ പോലെ നമ്മൾ പറയും ക്ലാസ്സിലെ നല്ല കുട്ടി, ഫസ്റ്റ് റാങ്ക് മേടിക്കുന്ന കുട്ടി, അതാണ് ചാക്കോച്ചൻ. നമ്മളൊക്കെ മറ്റേ ബാക്ക് ബെഞ്ചേഴ്സ് ആണ്, അതായത് ഡയലോഗ് തെറ്റിക്കും. ഈ പടത്തിൽ തന്നെ സജഷനൊക്കെ വെക്കുമ്പോൾ എൻ്റെ ഞാൻ പറയുന്ന അടുത്ത് ഞാൻ ചിലപ്പോൾ ഡയലോഗ് മറക്കും. എന്ന് ചോദിക്കുന്ന ഒരു സാധനമാണെങ്കിൽ ഞാനത് വിടും, ഞാൻ മറന്നു പോകുമ്പോൾ ഞാൻ കേൾക്കുമ്പോൾ എന്നിട്ട് പറയണോ പറയും. അപ്പോൾ ഞാൻ എന്നിട്ട് ഭയങ്കര രസമാണ് കൂടെ അഭിനയിക്കാൻ. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ലോ പോയിന്റ് എന്ന് പറഞ്ഞ സിനിമയിലാണ് ചാനായിട്ട് ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കണം. അന്ന് പുള്ളിയുടെ ക്യാരക്ടർ വക്കീലും ഞാൻ കോളേജിലൊരു സ്റ്റുഡൻറ്റ്, നല്ല ഏജ് ഡിഫറൻസ് ഉണ്ട്. നെക്സ്റ്റ് ചെയ്യുന്നത് വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി, പുള്ളിയുടെ കൂട്ടുകാരനെ ഞാൻ. അപ്പോൾ ആരുടെ പ്രായം കൂടി? എൻ്റെ പ്രായം കൂടി. പുള്ളി എപ്പോഴും സുന്ദരനായിട്ട് സൈഡിലുണ്ട്. ഞാൻ എടാന്നൊക്കെയാണ് ക്യാരക്ടറിനെ വിളിക്കുന്നത്. ഓക്കെ,
ഈ പടത്തിലെ അളിയനായി. എനിക്ക് തോന്നുന്ന അടുത്ത പടത്തിൽ മിക്കവാറും ഞാൻ ചേട്ടനും പുള്ളി എൻ്റെ അനിയനാവാൻ സാധ്യതയുണ്ട്. കാരണം ഒരു മാറ്റൂല, സ്വഭാവത്തിലും മാറ്റൂല, കാണാനും ഒരു മാറ്റൂല, എല്ലാ കാര്യങ്ങളും പക്കയാണ്, ഭയങ്കര നീറ്റാണ്. എന്ന് വെച്ചാൽ ഡയലോഗ് പഠിക്കുന്നു, കറക്റ്റ് സമയത്ത് വരും. ഇപ്പോൾ ലേറ്റ് നൈറ്റ് ഷൂട്ട് ഉണ്ടെങ്കിലും ആള് നേരത്തെ വരും. അപ്പം അതുകൊണ്ട് നമുക്ക് പണിയാം. നമ്മൾ പുള്ളി നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന മോശമല്ലേ, അപ്പം നമ്മൾ നേരത്തെ വരും. പിന്നെ ഈ പറഞ്ഞ പോലെ അഭിനയിക്കുമ്പോൾ നമുക്ക് ചില ഡയലോഗുകൾ എനിക്ക് പറയുമ്പോൾ ഒരു പിടുത്തം വരും. അപ്പോൾ പറയും, ഈ ചായം പറയാം, ചേട്ടാ നീ എന്നോട് ലോ പോയിന്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് നിനക്ക് ഭയങ്കര സ്പീഡാണ്, ഡബ്ബിങ്ങിൽ നിനക്ക് പണി കിട്ടും കേട്ടോ. അന്ന് നമുക്കറിയില്ല, ഒരു പടം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, മാറ്റാനും പോയില്ല, നമ്മൾ അങ്ങനെ തന്നെ പറഞ്ഞു. ഡബ്ബിങ് സ്റ്റുഡിയോയിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ വിളിച്ചിട്ടേ പറഞ്ഞു, ചായ എനിക്ക് ഡബ് ചെയ്യാൻ പറ്റുള്ള ഭയങ്കര ഇതാണ് ഞാൻ നിന്നോട് ഞാൻ അന്ന് പറഞ്ഞാണ്. അപ്പം അവിടെ തൊട്ടേ അറിയാം, പിന്നെ ഒരു ആസ് എ ബ്രദർ. ചാന്ദിനി, അപർണ. ഞാൻ ഫസ്റ്റ് അപർണയായിട്ട് ഫസ്റ്റ് ഷെഡ്യൂൾ ഫുൾ അപർണ നമ്മുടെ പരിപാടികളായിരുന്നു ഫുള്ള്. അതിൽ അപർണയായിട്ട് ചെയ്യുമ്പോഴുള്ളൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ ബേസിക്കലി നല്ല ആക്ട്രസ്സാണ് എന്നെല്ലാവരും അംഗീകരിച്ച ഒരാളാണ്. അപ്പം നമ്മൾ ഒരു സീൻ ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷനാണ്. കാരണം വെച്ചാൽ ആ സീൻ കൊളാവുകയാണെങ്കിൽ അപ്പം തന്നെ ആൾക്കാർ ദാപം വന്നുകൊണ്ടാണ് പറയും. അപ്പം അതെൻ്റെ തലയിൽ ഇരിക്കുമോ സാധനം. അപ്പം അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ച്. ഇപ്പോൾ ആ ഒരു സീനിൽ തന്നെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഒന്നുമില്ല തിരിഞ്ഞു വന്നോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കിയിരുന്നു. അതൊക്കെ ഭയങ്കര നാച്ചുറൽ ആയിട്ട് തോന്നി. അല്ല, അത് ചില സംഭവങ്ങൾ ഇപ്പോൾ അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ പല സിനിമകൾ നമ്മൾ ചെയ്യുമ്പോൾ ഇതിൽ അൽഫോൻസിൻ്റെ സിനിമ ഇപ്പോൾ നേരമായാലും പ്രേമമായാലും അവൻ എന്നെ അറിയണമുണ്ട്, അല്ലെങ്കിൽ എന്നെ ഷർഫിനെ നിവിനൊക്കെ അറിയണമുണ്ട്. ഞങ്ങൾ സംസാരിക്കുന്ന ചില രീതികൾ അല്ലെങ്കിൽ ചില ഭാഷകൾ അല്ലെങ്കിൽ ആ ഒരു സാധനം ഒരു ടൈമിൽ എങ്ങനെ അതുപോലെ ആയിരിക്കും ഡയലോഗ് എഴുതുക. ഇതേ സെയിം സാധനം തന്നെയാണ് ഇപ്പോൾ വരുൺധാര, ഗിരീഷ്, വിനീത് ചാക്യാർ റൈറ്റേഴ്സാണ് ഇതിൻ്റെ. ഇവരെഴുതിയത് അതുപോലെ തന്നെയാണ്. ഇങ്ങനെ ചമ്മിയിട്ടുണ്ടോ? എങ്ങനെ അമ്മയുണ്ടോ? എൻ്റെ അനിയത്തി ആ കോളേജിൽ പിന്നെ ചമ്മല് അത് ഒരുമാതിരി എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ ചമ്മിയിട്ടുണ്ട് സംഭവം. ഒരു ഇരട്ടകളെയൊക്കെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു സീരിയസ് ആയിട്ട്. ജയർലം സ്കൂളിൽ ഒരു ഇരട്ട, മറ്റേ ഈ കുട്ടിയുടെ തന്നെ കുട്ടി 10 ബിയിലും ഇത് 10 എയിലുമാണ്. ഈ 10 ബിയിൽ കുട്ടിയാണ് കൈ എഴുതാൻ പോയപ്പോൾ ചിരിച്ചത്. അപ്പോൾ നമ്മളിങ്ങനെ ചിരിച്ചിട്ട് നമ്മൾ നേരെ 10 കുട്ടിയുടെ അടുത്ത് പോയിട്ട് എന്നിട്ട് എന്താ പേര്, അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ആരാണ് നല്ല ലൈലേക്ക്. അപ്പോൾ നമ്മളിങ്ങനെ അല്ലാതെ ചിലപ്പോൾ എൻ്റെ ട്വിൻ സിസ്റ്റർ ആയിക്കോട്ടോ അങ്ങനെ അങ്ങനത്തെ ചില സാധനങ്ങൾ പറ്റിയിട്ടുണ്ട്. കോളേജ് സമയത്തൊക്കെ ഇങ്ങനെ +2 സമയമൊക്കെ നല്ല രസമുള്ള പരിപാടികളായിരുന്നു. പ്രപ്പോസിങ് ഒരു കഷ്ടപ്പാടുള്ള പണിയാണല്ലോ നമ്മൾ ആണുങ്ങൾക്ക് പൊതുവെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടോ ലൈഫിൽ? ഇത്തരത്തിലുള്ള കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ട്. കാരണം ഇതെന്തായാലും എനിക്ക് തോന്നുന്നു സിനിമയിലേ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. നമ്മൾ ബസ്സിലൊക്കെ പോയി പ്രപ്പോസ് ചെയ്യൽ. വേറൊരു കോളേജിൻ്റെ വേറൊരു ക്യാൻറ്റീനിൽ കയറിയിട്ട് ഞാൻ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ഒരു കുട്ടിയെ. അത് പക്ഷേ ആ കോളേജിലെ അമ്പളാരൊക്കെ നമുക്ക് അറിയണോണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ ഇപ്പോൾ ആക്ച്വലി ഈ സീൻ ബില ഫസ്റ്റ് പ്ലാൻ ചെയ്ത്, ബിലയും ഗിരീഷും ഒരു ഫസ്റ്റ് പ്ലാൻ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതി നടന്നു പോകുമ്പോൾ ഇയാളെ ബാക്കിൽ വന്ന് പ്രപ്പോസ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഞാൻ ബിലയുടെ ഞാൻ പറഞ്ഞു, ബില ഇത് സെയിം സാധനമാണ് ഞാൻ നേരത്തിൽ നസ്രിയുടെ പുറകെ പോയത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിനീത് ചാക്യാരാണ് പറയണേ, നമുക്ക് ഇവർ ബസ്സിൽ വെച്ചിട്ട് കാണുള്ളൂ. അപ്പോൾ ബസ്സിൽ വെച്ച് അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ആ ഒരു ഉച്ച സമയത്താണ് വിനീത് ഇത് ഡയലോഗും പരിപാടി എഴുതി. ഇത് വായിച്ചപ്പോൾ തന്നെ ഞാൻ ബില്ലയുടെ തോന്നാ ഓക്കെ അപ്പോൾ ചേട്ടാ റിഹേഴ്സൽ ഞാൻ പറഞ്ഞു വേണ്ട, ഈ പരിപാടിക്ക് എന്തായാലും റിഹേഴ്സൽ വേണ്ട, നമുക്ക് പോവാം ഒറ്റ ടേക്കിലാവും പരിപാടി. കാരണം ഇത് തന്നെയായിരുന്നു ഒരിടയ്ക്ക് പരിപാടി. റിജക്റ്റ് ആയോ അക്സെപ്റ്റ് ചെയ്തോ? റിജക്റ്റ് ആയിട്ടുണ്ട്. അല്ല, ഏറ്റവും വലിയ കോമഡി ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ 10ൽ പഠിക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി വന്ന് എൻ്റെ അടുത്ത് ഇഷ്ടമെന്ന് പറയുന്നത്. ഇങ്ങോട്ട് ശങ്കർ എനിക്ക് തന്നെ ഇഷ്ടമാണ് എന്ന് ഈ പെൺകുട്ടിയുടെ കൂട്ടുകാരി. പക്ഷെ ആ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ പെൺകുട്ടിയെ തന്നെ ഞാൻ ഇഷ്ടമല്ല എന്നും പറയുന്നത്. കാരണം അന്ന് എനിക്ക് വേറെ കുട്ടിയായിട്ട് ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നു. ഈ കുട്ടിയുടെ ഞാൻ പറഞ്ഞു എനിക്കിത് താല്പര്യമുള്ളൂ, എന്നെ ആങ്ങളെ പോലെ കാണുമെന്ന് പറഞ്ഞു. അപ്പം ചില സമയത്ത് ഈ കാലം ദൈവം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ കൊച്ചിനെ പിന്നീട് ഞാൻ കല്യാണം കഴിച്ചു. അവളാണ് ഇപ്പം എൻ്റെ ഭാര്യ. അതായത് ഇഷ്ടമാണെന്ന് എന്നോട് ഫസ്റ്റ് പറഞ്ഞ പെൺകുട്ടിയും ഇഷ്ടമല്ല എന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞ പെൺകുട്ടിയാണ് ഇപ്പൊ 7 വർഷമായിട്ട് എന്റെ വീട്ടിലിരിക്കുന്നത്. അവൾ 8ാം ക്ലാസ്സിലായിരുന്നു അന്ന്, ഞാൻ 10ലും. പടം തൊട്ടുള്ള പ്രേമം തന്നെയായിരുന്നു ഒരു. പക്ഷെ അവള് ഡിഗ്രി ഒക്കെ ആയപ്പോഴാണ് നമ്മൾ തിരിച്ചറിഞ്ഞ അങ്ങനെ
ഇപ്പൊ ഈ പ്രേമം എന്ന് പറയുന്ന സിനിമ ശേഷം പ്രേമമാണ് കുറച്ചുകൂടെ ട്രെൻഡ് ആയത് അല്ലേ? ആ ഒരു സിനിമയ്ക്ക് ശേഷം ഉള്ള പ്രേക്ഷകരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? ഇപ്പോൾ പ്രേമം സിനിമ ഇപ്പോൾ ഞാൻ അന്ന് ഉള്ള എല്ലാ ഇൻ്റർവ്യൂസിനും ഞാൻ പറയായിരുന്നു. കാരണം ഒരു 5-10 പടത്തിൻ്റെ ഗുണം ഒരു പടത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക്. ഇപ്പോഴും ഏഷ്യാനെറ്റൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടുന്നതുകൊണ്ടാണ് നമ്മളെ സിനിമ നടന്നായിട്ട് ആൾക്കാർ കാണുന്നത്. കാരണം വളരെ കുറച്ച് പടങ്ങളെ ഞാൻ ചെയ്തിട്ടുള്ളൂ. 6 വർഷമായെങ്കിലും ഞാനൊരു എൻ്റെ 9ാമത്തെ പടം ഉള്ളൂ ഇത്. പിന്നെ പ്രേമം ഒരു എല്ലാവർക്കും ടോട്ടലി എല്ലാവരും ക്യാരക്ടേഴ്സ് അറിയാമായിരുന്നു. പിന്നെ ഇവൻ്റെ ആണെങ്കിൽ അല്ലെങ്കിൽ കോയയുടെ ആണെങ്കിൽ ശമ്പൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയുന്ന ഒരു സംഭവമായിരുന്നു. പിന്നെ അവിടെ അങ്ങനെ ഈഗോ പരിപാടി സാധനങ്ങൾ ഇപ്പോൾ ഷർഫ് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളിപ്പാണെങ്കിൽ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ അണിയും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിവിനൊക്കെ എൻ്റെ അടുത്ത് തോന്നിട്ടുണ്ട്, എടാ ഡബിങ് നിന്റെ വളരെ മോശമായിട്ടുണ്ട് കേട്ടോ, നീ പ്രാവശ്യം പോയി ചെയ്തു. അപ്പം അത് നമുക്കങ്ങനെ എല്ലാം ഒരു ഇപ്പോൾ 2001 തൊട്ട് കാണണേ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം തന്നെ ഇത്രയും കൊല്ലമായി എല്ലാ പരിപാടികളും അറിയാം. അത് പ്രേമിക്കുന്ന സമയത്ത് ഫസ്റ്റത്തെ പ്രേമം ഒരാൾക്ക് ഉണ്ടാവുന്ന സമയം തൊട്ട് കാണുന്നതാണ്. ഇപ്പോൾ ഷാർഫ് ഒരു പെണ്ണായിട്ട് ഭയങ്കര പ്രേമം വരുന്നത് ഞാനാണ് പോയി കത്തൊക്കെ കൊടുത്തത്. അപ്പോൾ അന്ന് തൊട്ടുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഭീമ കേൾക്കണ്ട എന്നെ പിടിച്ച് ഭയങ്കര ഒരു എന്താ പറയുക. പിന്നെ ഇത് ഭീകര ഹിറ്റാവുമെന്ന് നമ്മൾ കരുതിയിട്ടൊന്നുമില്ല. അൽഫോൺസ് കരുതിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതിൻ്റെ ഒരു റിലീസിങ് ഡേറ്റ് സംഭവം ആയിട്ട് ഞാൻ അൽഫോൺസിൻ്റെ അടുത്ത് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഡേറ്റ് ഒന്ന് ഫിക്സ് ചെയ്യും സംഭവം. കാരണം നമ്മൾ ഓരോ മാസം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അന്ന് അവൻ എന്നോട് പറഞ്ഞ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്നിറങ്ങുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇറങ്ങണതിൻ്റെ അന്ന് തൊട്ട് തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഹൗസ്ഫുൾ ബോർഡ് ഉണ്ടാവും. അത് ഞാൻ നിനക്ക് ഗ്യാരണ്ടി തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതേ സെയിം സാധനം ഒന്നും പറയാല്ല, നീ പണിയെടുത്തോ ഒന്നും പറയാല്ല. ഞാൻ ആ റൂമിൻ്റെ പുറത്തോട്ട് ഇറങ്ങിപ്പോണ്ട് എഡിറ്റിൻ്റെ. ഇപ്പം ഏറ്റവും രസം ഈ അൽഫോൺസിൻ്റെ പരിപാടി ഇത് അവന് കഥ പറഞ്ഞ് അങ്ങനെ ഇമ്പ്രസ് ചെയ്യാൻ അറിയില്ല. ഇപ്പം വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു എനിക്ക്. അന്ന് പ്രേമത്തിൻ്റെ കഥ എന്നോട് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ ഒരു പയ്യൻ അവൻ്റെ +2 പ്രേമം, ഡിഗ്രി പ്രേമം, ലാസ്റ്റ് പ്രേമം, ഈ 2 പ്രേമം പൊളിയും, മറ്റേത് അവന് അവളെ കിട്ടൂല്ലയോ. അപ്പം ഞാനിങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് എന്നിട്ട് അല്ല കഴിഞ്ഞ ഇതെന്ത് കഥയാണത്? ആ പടമാണ് പ്രേമം എന്ന് പറഞ്ഞ പടം. ആ ഒരു ഫ്രീഡം നിങ്ങൾക്ക് ഇപ്പോൾ പ്രേമത്തിൽ കിട്ടിയൊരു ഫ്രീഡം അല്ലെങ്കിൽ ആ ഒരു മേക്കിംഗ് സ്റ്റൈൽ അത് ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് സ്റ്റൈലാണ്. ഇപ്പോൾ അൽഫോൺസിൻ്റെ തന്നെ മാത്രം എന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനം. അത് കഴിഞ്ഞിട്ട് വേറെ സിനിമകളിലോട്ട് വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായോ? ഇല്ല, അത് ഓരോ രീതിയല്ലേ. ഏകദേശം നമ്മൾ നേരം എന്ന് പറയുന്ന സിനിമ തുടങ്ങിയ പോലെ തന്നെയാണ് ബിലഹരിയെ കള്ള് രാമേന്ദ്രൻ തുടങ്ങിയത്. കാരണം ബിലയുടെ ഫ്രണ്ട്സ് കുറേ നാളായിട്ട് അവർ ഷോർട്ട് ഫിലിം ചെയ്യണതാണ്, ആഡ് ചെയ്യണതാണ്. അപ്പോൾ അൽഫോൺസ് ഞാൻ ഇവനൊക്കെ ഉള്ള ഒരു കമ്പനിയാണ് ഈ ഒരു ഗ്യാങ്ങിലും. അപ്പോൾ ചില ഗ്യാങ്ങിൽ പോകുമ്പോൾ ഒരു വൈബ് കിട്ടും നമുക്ക് പെട്ടെന്ന് ആ ഗ്യാങ്ങിലേക്ക് നമുക്ക് വരാൻ, അല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ ഒരാളെ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെയുള്ള പടങ്ങൾ ചെയ്യാൻ ഭയങ്കര സുഖം. പ്രേക്ഷകരോട് പറയാനുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ വളരെ കുറച്ച് പടങ്ങളെ ചെയ്തിട്ടുള്ളൂ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഇതിൽ. അപ്പോഴും ഈ പറയുന്ന പ്രേമം അല്ലെങ്കിൽ നേരം, ഞണ്ടുകൾ, അങ്ങനെ എൻ്റെ ചില പടങ്ങൾ കണ്ട് ഇപ്പോഴും എന്താ പറയുക, അവർ കാണുമ്പോൾ ആ കോയല്ലേ എന്ന് ഇപ്പോഴും വിളിക്കുമ്പോൾ നമുക്കതൊരു ഹാപ്പി സീനാണ്. കാരണം ഇത്രയും വർഷമായിട്ടും അവരുടെ മനസ്സിൽ ആ സാധനമുണ്ട് എന്നറിയുമ്പോൾ. അപ്പം അതുപോലെ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്ത് രസിച്ച് ചെയ്ത ഒരു സിനിമയാണ് അള്ളു രാമേന്ദ്രൻ. അപ്പോൾ എന്നെ കൊണ്ടാവും പോലെയൊക്കെ ഞാൻ മര്യാദ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കണ്ടിട്ട് പറയും.